വന്ദനം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പഞ്ചവർണ്ണക്കാട്. ഒരിടത്ത് മാമലകൾക്കപ്പുറത്ത് കിന്നാരം ചൊല്ലി തുള്ളിത്തുള്ളി ഒഴുകുന്ന ഒരു പുഴയുണ്ടായിരുന്നു. കിന്നരി പുഴ. ആ പുഴയുടെ തീരത്ത് ഒരു കാടുണ്ടായിരുന്നു. ആ കാടിന്റെ പേരെന്തെന്ന് അറിയാമോ കൂട്ടുകാരെ? പഞ്ചവർണ്ണക്കാട്. അവിടെയാണ് പഞ്ചവർണ്ണ തത്തകളുടെ താമസം. കിന്നരിപ്പുഴ അവർക്ക് എല്ലാമായിരുന്നു. കുളിക്കാനും കുടിക്കാനും കൃഷി ചെയ്യാനും എല്ലാം ആ തെളിനീർ അവർ ഉപയോഗിച്ചിരുന്നു. ആയിടെ ആ കാട്ടിലേക്ക് ഒരു വെള്ളരിപ്രാവ് പറന്നു വന്നു. അവളെ കണ്ട് തെല്ലും നീരസത്തോടെ പഞ്ചവർണ്ണ തത്തകൾ ചോദിച്ചു, നിനക്കെന്താണ് ഇവിടെ കാര്യം? വെള്ളരിപ്രാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ കാണുന്ന വെള്ളാരം കുന്നിലാണ് പാർക്കുന്നത്. മഴയിലും കാറ്റിലും എൻ്റെ കൂട് തകർന്നടിഞ്ഞു. ഇവിടെ നല്ലവരുണ്ടെന്ന് കേട്ടു. എന്നെ കൂടെ കൂട്ടാമോ? എന്നെ ഉപേക്ഷിക്കരുത്. പ്രാവിന്റെ കരച്ചിൽ കേട്ട് പഞ്ചവർണ്ണ തത്തകളുടെ മനസ്സലിഞ്ഞു. പാവം, ഇവിടെ നിന്നോട്ടെ. കൂട്ടത്തിൽ മുതിർന്ന തത്തമ്മ പറഞ്ഞു. വെള്ളരിപ്രാവ് കൊച്ചു കൊച്ചു ചില്ലുകൾ കൊണ്ട് കൊച്ചു കൂടുണ്ടാക്കി. അങ്ങനെ അവർ കൂട്ടുകാരായി. കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം 2 മരംവെട്ടുകാർ പുഴ കടന്നെത്തി. സുന്ദരമായ കാടും തിങ്ങി നിൽക്കുന്ന മരങ്ങളും കണ്ടവർ അത്ഭുതപ്പെട്ടു. മൂർച്ചയുള്ള മഴ കൊണ്ട് മരങ്ങളെല്ലാം വെട്ടി വീഴ്ത്തി. പേടിച്ചു വരച്ച തത്തകൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. പൊൻവയലിൽ പൊന്നു വിത്തിരിക്കാൻ പോയ പൊന്നാരപ്രാവുണ്ടോ എന്നറിയുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ ഞെട്ടിപ്പോയി. എന്ത് പറ്റി? പഞ്ചവർണ്ണ തത്തകൾ നടന്ന സമ്പളെല്ലാം വിവരിച്ചു. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരു പണിയുണ്ട്. നാം തിന്നുന്ന പഴങ്ങളുടെ പൺവിത്തല ഈ പൊന്മണ്ണിൽ വിതയ്ക്കാം. വളരുമ്പോൾ നമുക്ക് രക്ഷയുണ്ടാകും. വെള്ളരിപ്രാവം പറഞ്ഞു. അവർ പൺവിത്തെല്ലാം വിതച്ചു. എന്നാൽ ആ വർഷം കുഞ്ഞുമഴ കൂടാൻ വന്നില്ല. കിന്നരിപ്പുഴയിൽ കണ്ണിയിൽ മാത്രമായി. വെള്ളരിപ്രാവും കൂട്ടരും കൊക്കിൽ ഇത്തിരി വെള്ളമെടുത്ത് പൊൻവയലിലെല്ലാം നനച്ചു. അവർ പൊൻകതിരുകൾ അവർ ഒന്നിച്ചു കൊയ്തെടുത്തു. എന്നാൽ ആ വർഷം തീറ്റയ്ക്കൊട്ട് മുട്ടുണ്ടായില്ല കേട്ടോ. കാലങ്ങൾ വീണ്ടും കടന്നുപോയി. തൈച്ചെടികൾ വൻമരങ്ങളെ ആർത്തു ചിരിച്ചു. കുഞ്ഞുമഴയെത്തി. കിന്നരിപ്പുഴ ചിരിച്ചൊഴുകി. പിന്നീട് മരമട്ട വരെ അവർ കൂട്ടത്തോടെ കൊത്തി ഓടിച്ചു. പിന്നീട് അവർ ആ വഴി വന്നില്ല. കാട്ടിൽ വീണ്ടും സമൃദ്ധി സന്തോഷം കളിയാടി. കിളികൾ കൈകൾ കോർത്ത് ഒന്നിച്ചു പാടി. പഞ്ചവർണ്ണക്കാട്ടിൽ സന്തോഷമെത്തി. പാടാം, ഒന്നായി പാടാം. ഐക്യമത്യം മഹാബലം. ആപത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ഇത്രയും നേരം എൻ്റെ കൊച്ചു കഥ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.